കുവൈറ്റ് ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കേരളം. പത്തനംതിട്ടയിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരിച്ച പത്തനംതിട്ട പാണനാട് സ്വദേശി തോമസ് മാത്യുവിന്റെ വീട്ടിൽ ആദിൽ പാലോടുണ്ട്. അതിൽ ഇവിടേക്ക് മരണവാർത്ത എപ്പോഴാണ് എത്തിയത്? എന്താണ് ആ വീട്ടിലെ സാഹചര്യം? തോമസ് മാത്യുവിൻ്റെ പത്തനംതിട്ട പാണ്ടനാട്ടെ വീടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്കറിയാം, കൂടുതൽ മരണങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ മിസ്സിംഗ് കേസായാണ് സാബു മാത്യുവിൻ്റെ കാര്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ന് രാവിലെയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ കുവൈറ്റിലുണ്ടായിരുന്ന ചില ആളുകൾ ഈ സാബു മാത്യുവിനെ അറിയുന്നവരടക്കമുള്ളവരാണ്. ചേട്ടാ, ഈ സാബു മാത്യുവിൻ്റെ മരണം എപ്പോഴോടുകൂടി അറിയുന്നത്? ഞാൻ ആക്ച്വലി എനിക്കും ഇതുപോലെ മെസ്സേജ്, സുഹൃത്ത് വലയങ്ങളിൽ കൂടെയുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ എന്നെ ആലപ്പുഴ ജില്ലാ പ്രവാസി. കുവൈറ്റിലുണ്ടായിരുന്നു ചേട്ടൻ? ഞാനൊരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. അപകടം പറ്റിയ റൂമൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കാർഗോ സർവീസ് ആയിരുന്നു. ഞാൻ കാർഗോ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പിള്ളേരൊക്കെ കാർഗോ കളക്ട് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. ഇത് NBTCയിലെ ഡ്രൈവർമാരുമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. ചേട്ടൻ അവിടുത്തെ ഡ്രൈവറായിരുന്നു. അവിടുത്തെ സ്ഥിതി? ഞാൻ അവിടുത്തെ സ്ഥിതി നല്ല, എല്ലാ കാര്യങ്ങളും നല്ല. 2006 ആ ക്യാമ്പ് തുടങ്ങിയതാണ് എൻ്റെ അറിവ് വെച്ചിട്ട്. ഇത് 2024 വരെയും കറക്റ്റായിട്ട് ഓടി. ഇങ്ങനെ യാദൃശ്യാലൊരു സംഭവം ഉണ്ടായത് എങ്ങനെയോ ദൈവഹിതം എന്ന് വേണം പറഞ്ഞാൽ മതി. ഒരു അസൗകര്യവും ഇല്ല? ഒരസൗകര്യം ഞാൻ പ്രശ്നങ്ങളൊന്നും ഞങ്ങളൊക്കെ താമസിക്കുമ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനും ഈ ബിജു എന്ന് പറയുന്ന ഇപ്പം മരിച്ച ശേഷം. ബിജു എന്ന് പറയുന്ന സാബു മാത്യുവിന്റെ വിളിപ്പേരാണ് ബിജു. സാബു മറ്റേ ബിജു തോമസ്. അപ്പോൾ ഞങ്ങൾ ഒരു റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ജോലി വിട്ട് പോരുന്നു. ഇപ്പം എൻ്റെ മോനെ ഉണ്ടായിരുന്നു, അവിടുത്തെ നേഴ്സാണ്. അവൻ വന്നിട്ട് അവനായ എല്ലാ വിവരങ്ങളും പറയുന്നത്. ഇപ്പോൾ 3 മണിക്കൂർ മുമ്പ് ഞാൻ ഈ വിവരം അറിയുന്നത്. അതിനാണ് ഞാൻ ഓടിപ്പോരുന്നത്. ഞാൻ നെണ്ണം കടപ്പുറയാണ് താമസിക്കുന്നത്. മാത്യു തോമസിനെ ദീർഘകാലമായിട്ട് അറിയാം. പിന്നെ അവൻ്റെ കുടുംബം അവിടെ, ഇത് വൈഫ് ഹൗസിൽ അവന് കൊടുത്ത. മറ്റേ അവൻ്റെ കുടുംബം, ആ കുടുംബമായിട്ട് എനിക്ക് അതുപോലെ ബന്ധമാണ്. പേടിച്ച് വന്നതാണ്, ഓടി വന്നു. അവൻ്റെ പേരാണല്ലേ എന്ന് പറഞ്ഞ് ഓടി വരുമോ. ഒരു റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളൊരു ചേട്ടനിയന്മാരെ പോലെ സഹകരിച്ച് ജീവിച്ച കക്ഷികളാണ്. ഒരേ പാത്രത്തിൽ കഴിച്ചവനെ. ഇതുപോലെ പെർഫെക്റ്റായ ഒരു ആള്. കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അറിവിൽ ഇത്രയും ജോലിക്കാരെ ഇത്രയും ഇതായിട്ട് നോക്കുന്ന ഒരു കമ്പനിയില്ല. അതായത് എൻ്റെ അറിവിൽ കലാകാരന്മാരെ കൊണ്ടുവന്ന് വർഷത്തില് അവർക്ക് ആഹ്ലാദപരമായിട്ടുള്ള. ഏതായാലും അവിടെ NBTCയിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്, ഡ്രൈവറായി ജോലി ചെയ്തതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്യു തോമസിന്റെ വീടാണ്. ബിജു എന്നാണ് മാത്യു തോമസിന്റെ വിളിപ്പേര്. 53 വയസ്സാണ് പ്രായം. 30 വർഷമായി വിവിധ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയായിരുന്നു. മേഘ എന്ന് ഒരു മോൾ നഴ്സിംഗിന് പഠിക്കുന്നു. മെറിൻ എന്നു പേരുള്ള മറ്റൊരു മകൾ MBA കോഴ്സിനും പഠിക്കുന്നുണ്ട്. ഷിനു എന്നാണ് ഭാര്യയുടെ പേര്. ഈ വർഷം ഫെബ്രുവരിയിലാണ് വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കി മടങ്ങിപ്പോയതായിരുന്നു. അപ്രതീക്ഷിതമായാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മരണത്തിൻ്റെ നടുക്കത്തിലാണ് ഈ പാണ്ടനാട് നാടൊന്നാകെ എന്ന് പറയാം. ഏതായാലും ദുഃഖസാന്ദ്രമായൊരു സാഹചര്യമാണ് ഈ വീട്ടിന് മുന്നിൽ നിന്നും പറയാനുള്ളത്.